നമസ്കാരം. ചിറ്റൂരിൽ 6 വയസ്സുകാരന്റെ മൃതദേഹം കുളത്തിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന മുനിസിപ്പൽ ചെയർപേഴ്സൺ സുമേഷ് അച്യുതൻ പ്രതികരിച്ചു. സാധാരണഗതിയിൽ കുട്ടി ഒറ്റയ്ക്ക് ഇത്രയും ദൂരം കളിക്കുവാനായി പോകാറില്ലെന്നും നടന്നു പോകുമ്പോൾ കുളത്തിലേക്ക് വീഴുവാനുള്ള സാധ്യതയില്ലെന്നുമാണ് സുമേഷ് അച്യുതൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുളത്തിൽ പരിശോധന നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഡോഗ് സ്ക്വാഡ് എത്തിയത് മറ്റു 2 കുളങ്ങളിലേക്കായതിനാൽ അവിടങ്ങളാണ് തിരച്ചിൽ നടത്തിയത്. റോഡിലൂടെ നടക്കുമ്പോൾ അബദ്ധത്തിൽ കുളത്തിലേക്ക് വീഴുവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ ഈ കുളത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എപ്പോഴും ആൾ പെരുമാറ്റം ഉണ്ടാകാറുള്ള ഈ കുളമാണ്. പക്ഷേ കുട്ടി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും സുമേഷ് അച്യുതൻ പറയുന്നു. കുളത്തിന് പിന്നിലായി ചിൽഡ്രൻസ് പാർക്കുണ്ട്. കുട്ടി സഹോദരന്മാരും കൂട്ടുകാരും ഒത്ത് കളിക്കുവാൻ വരാറുമുണ്ട്. പക്ഷെ ഈ കുളത്തിന്റെ ഭാഗത്തുള്ള വഴിയിലൂടെ പോകേണ്ട കാര്യമില്ല. മറ്റൊരു വഴിയുണ്ട്, അതിലൂടെ പോകാൻ കഴിയും. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കണം. അപകടം നടന്ന കുളം റോഡിനോട് ചേർന്നല്ല. അതിനാൽ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അബദ്ധത്തിൽ വീണുവെന്ന് കരുതാനുമാകില്ല. മുതിർന്ന ആളുകൾക്ക് പോലും കടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കനാൽ റോഡിനും പാലത്തിനും നടുവിലുണ്ട്. സംഭവത്തിൽ പോലീസിന് വിശദമായ അന്വേഷണം വേണമെന്നാണ് സുമേഷ് അച്യുതൻ പ്രതികരിച്ചത്. പാർക്കിനകത്തല്ലാതെ കുളത്തിന്റെ പരിസരത്ത് CCTV ക്യാമറകളില്ല. പാർക്കിലെ CCTVകൾ പരിശോധിച്ചിരുന്നു. എന്നാൽ അവിടേക്ക് കുട്ടി എത്തിയതായി ദൃശ്യങ്ങളിലില്ല. കുളത്തിന്റെ അരികിലെ വഴിയിലൂടെ സാധാരണ പാർക്കിലേക്ക് പോകാറില്ല. പക്ഷേ കുട്ടിയുടെ അമ്മ ഇന്നലെ ഈ വഴി വന്നിരുന്നു. അമ്മയുടെ പിറകെ വന്നതാണോ കുട്ടിയെന്ന് അറിയില്ലെന്നും സുമേഷ് അച്യുതൻ കൂട്ടിച്ചേർത്തു. കറുകമണി എരിങ്കോട് സ്വദേശികളായ മുഹമ്മദ് അനസ് തൗഹീദ ദമ്പതികളുടെ മകൻ സുഹാന്റെ മൃതദേഹമാണ് വീടിനടുത്തുള്ള കുളത്തിൽ നിന്ന് കണ്ടെത്തിയത്. 22 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്ക് ഒടുവിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ കാണാതായത്. സഹോദരനൊപ്പം TV കണ്ടുകൊണ്ടിരിക്കെ പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. രാവിലെ കൂട്ടുകാർക്കൊപ്പം ഗ്രൗണ്ടിൽ പോയി കളിച്ച കുട്ടി വീട്ടിലെത്തി സഹോദരനൊപ്പം TV കാണുകയായിരുന്നു. ഇതിനിടെയാണ് സഹോദരനോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയത്. ഈ സമയത്ത് കുട്ടിയുടെ മുത്തശ്ശിയും അമ്മയുടെ സഹോദരങ്ങളും മക്കളും വീട്ടിലുണ്ടായിരുന്നു. സുഹാനെ കാണാതായ വിവരം സഹോദരൻ വീട്ടുകാരെ അറിയിക്കുകയും വീട്ടുകാർ നാട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ഡോഗ് സ്ക്വാഡും തിരച്ചിൽ നടത്തി. കുളങ്ങളും ബസ്സുകളും അടക്കം കേന്ദ്രീകരിച്ചു നടത്തിയ തിരച്ചിലും കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ചിറ്റൂർ അമ്പാട്ടുപാളയം മേഖലകളിൽ വ്യാപകമായ പരിശോധനകൾ നടത്തിയെങ്കിലും ഇവിടെ കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. സുഹാൻ പോകാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളുടെ വീടുകളിലും സ്കൂൾ പരിസരത്തും പരിശോധന നടത്തിയെങ്കിലും കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. ഇതിനിടെ സുഹാനെ അവസാനമായി കണ്ടെന്ന് പറയുന്ന സ്ത്രീകളിൽ നിന്ന് അടക്കമാണ് പോലീസ് മൊഴിയെടുത്തിരുന്നത്. സുഹാന്റെ വീട്ടു പരിസരത്ത് നിന്ന് 100 മീറ്റർ ദൂരത്ത് വെച്ച് കുട്ടി കണ്ടുവെന്നായിരുന്നു 2 സ്ത്രീകളുടെ മൊഴി. എന്നാൽ സ്ത്രീകളുടെ ഈ ഒരു മൊഴിയിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം പരിശോധന നടത്തിയെങ്കിലും അവിടെ എങ്ങും തന്നെ ഈ കുഞ്ഞിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. 6 വയസ്സുകാരന്റെ മരണം നടുക്കമുണ്ടാക്കിയെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത്. കുടുംബത്തിന് നിയമപരമായ സഹായം ഉറപ്പുവരുത്തുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. വിശദമായ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചിട്ടുണ്ട്. 6 വയസ്സുകാരൻ സുഹാൻ വിട പറഞ്ഞു എന്ന വാർത്ത അത്യന്തം വേദനാജനകമെന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത്. UKG വിദ്യാർത്ഥിയായ ആ കുരുന്നിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നറിഞ്ഞപ്പോൾ വലിയ നടുക്കമാണ് ഉണ്ടായത്. ഒരു നാടിനെ മുഴുവൻ സങ്കടത്തിലാക്കിയ ഈ വിയോഗത്തിൽ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേർന്നു. മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുവാൻ വാക്കുകളില്ല. വിഷയവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ ജനപ്രതിനിധികളുമായും സംസാരിച്ചു. കുടുംബത്തിന് നിയമപരമായി വേണ്ട എല്ലാ സഹായങ്ങളും സർക്കാർ ഉറപ്പുവരുത്തും. സുഹാന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം, ആദരാഞ്ജലികൾ എന്നാണ് മന്ത്രി കുറിച്ചത്. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ ഇലന്തൂരിൽ സൈക്കിൾ നിയന്ത്രണം വിട്ട് വീടിന്റെ ഭിത്തിയിൽ ഇടിച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഇടപ്പരിയാരം സ്വദേശിയായ 14 വയസ്സുകാരൻ ഭവന്താണ് മരിച്ചത്. കുത്തനെയുള്ള ഇറക്കത്തിൽ സൈക്കിളിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. നിയന്ത്രണം വിട്ട സൈക്കിളിന്റെ മുൻപിലുണ്ടായിരുന്ന വീടിന്റെ ഗേറ്റ് തകർത്ത് ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നു. സംഭവം നടന്നയുടൻ അബോധാവസ്ഥയിലായ ഭവന്തിനെ സമീപവാസികൾ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഓമല്ലൂർ ആര്യഭാരതി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഭവന്ത്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് നടക്കും.